ഗുഡ് മോർണിംഗ് വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. കറക്റ്റീവ് മോഡിൽ നിന്നും കരകയറാതെയാണ് ഈ ആഴ്ചയും ഇന്ത്യൻ വിപണി ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായ 8ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇടിവാണ് ആഭ്യന്തര വിപണി രേഖപ്പെടുത്തിയത്. FIIകളുടെ പിന്മാറ്റം തുടരുന്നതും പ്രതീക്ഷകൾക്കൊത്തുയരാത്ത കോർപ്പറേറ്റ് റിസൾട്ടുകളും വിപണിക്ക് തിരിച്ചടിയായി. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നിഫ്റ്റി 2.68% ഇടിഞ്ഞപ്പോൾ ബാങ്ക് നിഫ്റ്റി 2.11% ഇടിവും റിപ്പോർട്ട് ചെയ്തു. എല്ലാ സെക്ടറുകളിലും ബെയേഴ്സിന്റെ ആധിപത്യം ശക്തമായിരുന്നു. എങ്കിലും ബ്രോഡർ മാർക്കറ്റിൽ ഇടിവിന്റെ ആക്കം അല്പം കൂടുതലായിരുന്നു. സ്മോൾ ക്യാപ് ഇൻഡെക്സ് 9.41% ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പ് 7.38%വുമാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. ഈ ഇടിവോടെ സ്മോൾ ക്യാപ്പ് സൂചിക ഒഫീഷ്യലി ബെയർ മാർക്കറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. സെക്ടറൽ സൂചികകളിൽ ഏറ്റവും അധികം ഇടിവ് റിപ്പോർട്ട് ചെയ്തത് നിഫ്റ്റി റിയൽറ്റി ആണ്. ഇടിവ് 9.4%. നിഫ്റ്റി മീഡിയ 7.99% നഷ്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി സൂചികകൾ 6 മുതൽ 6.5%-ലധികമാണ് ഇടിഞ്ഞത്. പലിശ നിരക്ക് ഗ്രാജുവലായി മാത്രമേ കുറയ്ക്കുകയുള്ളൂ എന്നാണ് ടെസ്റ്റിമോണിയലിൽ ജെറോം പവൽ വ്യക്തമാക്കിയത്. ഒപ്പം പണപ്പെരുപ്പത്തിലെ നേരിയ വർധനയും താരിഫ് നടപടികളിൽ നിന്നുള്ള ട്രംപ് താൽക്കാലികമായി പിന്മാറിയതും US സൂചികകളുടെ ഗതിയെ നിർണയിച്ചു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 0.55% നേട്ടം റിപ്പോർട്ട് ചെയ്തപ്പോൾ 2.9% കുതിപ്പാണ് നാസ്ഡാക്ക് 100 സൂചിക നടത്തിയത്. S&P 500 1.47% മുന്നേറ്റവും രേഖപ്പെടുത്തി. 4 ട്രേഡിംഗ് സെഷനുകൾ മാത്രമുള്ള ഒരു വാരത്തിലേക്കാണ് അമേരിക്കൻ സൂചികകൾ കടക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകളാണ് അടുത്ത വാരം അമേരിക്കൻ സൂചികകളെ കാത്തിരിക്കുന്നത്. ഫെബ്രുവരി 19 വരുന്ന ബിൽഡിംഗ് പെർമിറ്റ്, ഹൗസിംഗ് സ്റ്റാർട്ട് ഡാറ്റകളാണ് അതിൽ ആദ്യം. ജനുവരിയിലെ കണക്കുകളാണ് അന്ന് പുറത്തുവരുന്നത്. ശക്തമായ ഡാറ്റയാണ് വരുന്നതെങ്കിൽ അമേരിക്കയുടെ റിയൽ എസ്റ്റേറ്റ് മേഖല ശക്തമാണെന്നുള്ള സൂചനയായിരിക്കും നിക്ഷേപകർക്ക് ലഭിക്കുക. തുടർന്ന് ഫെബ്രുവരി 20 പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ഡാറ്റകളും വരും. അനുകൂലമായ ഡാറ്റകളാണ് വരുന്നതെങ്കിൽ US ഡോളർ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഫെബ്രുവരി 21 റിപ്പോർട്ട് ചെയ്യുന്ന ജനുവരിയിലെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റകളോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വ്യക്തമായ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. അന്നു തന്നെ വരുന്ന S&P ഗ്ലോബൽ നിർമ്മാണ, സർവീസ്, കോമ്പസൈറ്റ് PMI കണക്കുകളും നിക്ഷേപ ശ്രദ്ധ ആകർഷിക്കും. അനുകൂലമായ GDP കണക്കുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ വിപണികളെ നയിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡാക്സ് സൂചികയിൽ 3.33% കുതിപ്പാണ് കണ്ടത്. CAC 40 2.79% മുന്നേറ്റം നടത്തിയപ്പോൾ FTSE 100 0.22% നേട്ടത്തിൽ ഫ്ലാറ്റായാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിവിധ രാജ്യങ്ങളുടെ പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ കണക്കുകളാണ് അടുത്ത വാരം യൂറോ സൂചികകളെ കാത്തിരിക്കുന്നത്. ഫെബ്രുവരി 18 എത്തുന്ന ഫ്രാൻസിന്റെ CPI കണക്കുകളാണ് അതിൽ ആദ്യം. നിലവിൽ ഫ്രാൻസിൽ നാണ്യ ചുരുക്കമാണ്, അതായത് പണപ്പെരുപ്പം 0യ്ക്കും താഴെ നെഗറ്റീവ്. എന്നാൽ ജനുവരിയിൽ പണപ്പെരുപ്പത്തിൽ നേരിയ വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് തന്നെ വരുന്ന ബ്രിട്ടന്റെ തൊഴിലില്ലായ്മ കണക്കുകളും യൂറോപ്യൻ നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റും. ഫെബ്രുവരി 19 ബ്രിട്ടന്റെ CPI കണക്കുകളും എത്തും. ഒപ്പം അന്ന് തന്നെ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് അഥവാ PPI ഡാറ്റകളും പ്രസിദ്ധീകരിക്കും. പ്രൊഡ്യൂസേഴ്സിന്റെയും കൺസ്യൂമേഴ്സിന്റെയും ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലേഷൻ കണക്കുകൾ വരുന്നതോടെ ബ്രിട്ടന്റെ ഇൻഫ്ലേഷന്റെ ഗതി നിക്ഷേപകർക്ക് വിലയിരുത്താൻ സാധിക്കും. ഫെബ്രുവരി 20 ജർമ്മനിയുടെ PPI കണക്കുകളും വരുന്നുണ്ട്. ജനുവരിയിലെ ഡാറ്റയാണിത്. തുടർന്ന് ഫെബ്രുവരി 21 ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നീ രാജ്യങ്ങളുടെ നിർമ്മാണ, സർവീസ് PMI കണക്കുകളും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പസൈറ്റ് PMI ഡാറ്റകളും റിപ്പോർട്ട് ചെയ്യും. ഫെബ്രുവരിയിലെ ഡാറ്റകളാണിത്. ഇതോടെ യൂറോപ്യൻ ഇക്കണോമിയുടെ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. അന്ന് തന്നെ വരുന്ന ബ്രിട്ടന്റെ റീറ്റെയിൽ, കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകൾ കൂടി ബ്രിട്ടീഷ് ഇക്കണോമിയുടെ സമീപ ഭാവി നിക്ഷേപകർക്ക് വിലയിരുത്താൻ സാധിക്കും. ട്രംപ് താരിഫ് നടപടികളിലൂടെയുള്ള തിരിച്ചടികൾക്ക് ഏപ്രിൽ വരെ താൽക്കാലികമായി വിരാമം പ്രഖ്യാപിച്ചതും ആപ്പിളിന്റെയും ഗൂഗിളിന്റെയും US ആപ്പ് സ്റ്റോറുകളിൽ ടിക്ടോക്ക് തിരിച്ചെത്തിയതും ഡോളർ സ്റ്റെബിലൈസ് ആയതും ബോണ്ട് ഈൽഡ് കുറഞ്ഞതുമെല്ലാം ആഴ്ചയുടെ അവസാനം ഏഷ്യൻ വിപണികളെ ഒരു പോസിറ്റീവ് ടോണിൽ ക്ലോസ് ചെയ്യുന്നതിലേക്ക് നയിച്ചു. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഷാങ്ഹായ് സൂചിക 1.3% കുതിച്ചപ്പോൾ നിക്കേ 225 0.97% നേട്ടവും റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 16 വന്ന ജപ്പാന്റെ GDP ഡാറ്റകളോടുള്ള റിയാക്ഷൻ ആയിരിക്കും തിങ്കളാഴ്ച ഏഷ്യൻ സൂചികകളിൽ കാണാൻ സാധിക്കുക.
ഫെബ്രുവരി 19 പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ഫെബ്രുവരിയിലെ ലോൺ പ്രൈം നിരക്കുകളെ സംബന്ധിച്ച തീരുമാനം അറിയാൻ സാധിക്കും. 20-ാം തീയതി എത്തുന്ന ജപ്പാന്റെ CPI ഡാറ്റകളോടെ പ്രധാന ഇക്കണോമികളുടെ ഇൻഫ്ലേഷൻ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്താൻ നിക്ഷേപകർക്ക് സാധിക്കും. ഒപ്പം അന്ന് തന്നെ വരുന്ന ജപ്പാന്റെ സർവീസ് PMI ഡാറ്റകളും വിപണി ശ്രദ്ധ ആകർഷിക്കും. കമോഡിറ്റി മാർക്കറ്റിൽ ഒരു ഇടിവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. ആഴ്ചയിലെ ആദ്യ ദിനങ്ങളിലെ ഗെയിൻസ് എല്ലാം തുടച്ചു നീക്കിക്കൊണ്ട് ഒരു ഫ്ലാറ്റിഷ് നോട്ടിലാണ് ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 0.19% ഇടിവോടെ ബാരലിന് $74.51 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 0.68% ഇടിഞ്ഞ് ബാരലിന് $70.49 എന്ന നിലയിലും ക്ലോസിംഗ് നടത്തി. ടെക്നിക്കൽ സൈഡിൽ ബ്രെന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $73.94 തുടർന്ന് $72.63 അപ്സൈഡിലേക്ക് വരുമ്പോൾ $76 ഇത് മറികടക്കാൻ സാധിച്ചാൽ $78 റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. ഫിബനാച്ചി റിട്രേസ്മെന്റ് ലെവലുകൾ അനുസരിച്ച് WTI ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $70.18 തുടർന്ന് $69.32 $67 സപ്പോർട്ട് പരിഗണിക്കാവുന്നതാണ്. മറുവശത്ത് $71.96 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ $73.21 തുടർന്ന് $75.19 ലെവലുകൾ വരെയും ഉയർന്നേക്കാം. സ്വർണ്ണവില $2,942 എന്ന സർവകാല ഉയരം തൊട്ട് തുടർച്ചയായ 7ാമത്തെ ആഴ്ചയിലും നേട്ടം നിലനിർത്തിയിരിക്കുകയാണ്. പ്രതിവാരാടിസ്ഥാനത്തിൽ 0.77% നേട്ടത്തോടെ ട്രോയ് ഔൺസിന് 2882.08 എന്ന നിലയിലാണ് സ്വർണം വ്യാപാരം അവസാനിപ്പിച്ചത്. വരുന്ന സെഷനുകളിൽ സൈക്കോളജിക്കൽ ലെവലായ $3000 ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. RSI ഇൻഡിക്കേറ്റർ ഓവർബോട്ട് സോണിലേക്ക് കടക്കുന്നതിന്റെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡൗൺ സൈഡിൽ $2877 മുതൽ $2866 റേഞ്ചിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $2834 തുടർന്ന് $2833 റേഞ്ചിലും ഇവിടെ നിന്നുമുള്ള ഇടിവ് $2790 കടന്നേക്കാം. കരുത്താർജിക്കുന്ന ഡോളറും ട്രംപിന്റെ താരിഫ് നയങ്ങളും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നത് തുടരുകയാണ്. വാരാന്ത്യത്തിൽ 1.15% ഇടിവോടെ 86.58 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. സർവകാല ഉയരമായ 87.97 എന്ന നിലയിലാണ് വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത്. തുടർന്ന് $88 എന്ന സൈക്കോളജിക്കൽ ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 86.38 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. തുടർന്ന് 86.13 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $85 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. പോയ വാരത്തിൽ FIIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 19,474.42 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIAകൾ 19,199.22 കോടിയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട്. മാക്രോ തലത്തിൽ CPI, WPI ഇൻഫ്ലേഷൻ കണക്കുകൾ തന്നെയായിരുന്നു പ്രധാനം. ഭക്ഷ്യവസ്തുക്കളുടെ വില കുറഞ്ഞതോടെ ജനുവരിയിൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 4.31% കുറഞ്ഞു. ഡിസംബറിൽ ഇത് 5.22% ഭക്ഷ്യവിലക്കയറ്റം ഡിസംബറിലെ 8.39% നിന്ന് 6.02% കുറഞ്ഞു. ഇൻഫ്ലേഷൻ കണക്കുകളിലേക്ക് വന്നാൽ ജനുവരിയിൽ ഇന്ത്യയുടെ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 2.31% കുറവാണ് രേഖപ്പെടുത്തിയത്. അനുമാനങ്ങൾ നിലനിന്നത് 2.5% എന്ന രീതിയിലായിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും മൊത്തവിലയിലുണ്ടായ കുറവാണ് പണപ്പെരുപ്പം കുറയാൻ കാരണമായത്. ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം ഡിസംബറിൽ 8.47% നിന്ന് ജനുവരിയിൽ 5.88% കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. ഇതിനു പുറമെ വ്യാവസായിക ഉൽപാദന സൂചിക അളക്കുന്ന ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡിസംബറിൽ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 3.2% കുറഞ്ഞു. ഖനന നിർമ്മാണ മേഖലകളുടെ മോശം പ്രകടനമാണ് ഇതിന് കാരണമായത്. വരുന്ന വാരത്തിൽ PMI കണക്കുകളും RBI മീറ്റിംഗ് മിനിറ്റ്സുമാണ് പ്രധാനം. ഫെബ്രുവരി 21 നിക്കെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസ് PMI കണക്കുകൾ എത്തുന്നത്. ഇന്ത്യയുടെ ഫാക്ടറി ആക്ടിവിറ്റി ജനുവരിയിൽ 6 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയായ 57.7 എത്തിയിരുന്നു.
ഉപഭോഗം ദുർബലമായി തുടരുന്നതിനാൽ കഴിഞ്ഞ കുറച്ചു പാദങ്ങളിൽ വളർച്ചയിലെ മാന്ദ്യത്തിൽ നിന്നുള്ള ഈ തിരിച്ചുവരവ് വരും ആഴ്ചയിലും ഉണ്ടോ എന്നതും വിപണി നിരീക്ഷിക്കും. അതേസമയം സർവീസ് സെക്ടർ മന്ദഗതിയിലായതിനാൽ PMI 56.5 കുറവാണ് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയത്. 2022 നവംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്ക് കൂടിയാണിത്. 2021 ജൂലൈ മുതൽ സൂചിക 50 മാർക്കിന് മുകളിലാണ്. അതിനാൽ ഇത്തവണ വരാനിരിക്കുന്ന കണക്കുകളിൽ PMI ഡാറ്റ കൂടുതൽ ശ്രദ്ധ നേടും. ഫെബ്രുവരി 21 തന്നെ വരുന്ന RBI മീറ്റിംഗ് മിനിറ്റ്സ് ആണ് മറ്റൊരു പ്രധാന ഡാറ്റ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നയ രൂപീകരണ യോഗത്തിന്റെ വിശദമായ രേഖയാണ് മോണിറ്ററി പോളിസി മീറ്റിംഗ് മിനിറ്റ്സ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആദ്യമായി റിപ്പോ നിരക്ക് 0.5% കുറച്ച നടപടിയും പണപ്പെരുപ്പം കുറയുന്നു എന്ന സൂചനയും എല്ലാം വിപണിക്കും പ്രതീക്ഷ നൽകുന്നതാണ്. RBI പണപ്പെരുപ്പ ലക്ഷ്യം 4%. അതേസമയം ടോളറൻസ് ബാൻഡ് 2 മുതൽ 6%. രാജ്യത്ത് ഗ്രാമീണോപഭോഗം വർദ്ധിച്ചു വരുന്നുവെന്നും ഡിമാൻഡ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ആദ്യ MPC യോഗത്തിൽ ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ കൂടുതൽ ഇൻഡിക്കേഷൻസ് എങ്ങനെയാകുമെന്നതും വിപണി നിരീക്ഷിക്കും. ഇതിനു പുറമെ പതിവ് പോലെ തന്നെ ആഴ്ചയിലെ അവസാന ദിനം ഫോറക്സ് കണക്കുകളും എത്തുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം തുടർച്ചയായ 3ാമത്തെ ആഴ്ചയും വർധനവാണ് പ്രകടമാക്കിയിരിക്കുന്നത്. ഫോറക്സ് $7.65 ബില്യൺ ഉയർന്ന് $638.26 ബില്യൺ കുത്തനെ ഉയർന്നു. മുന്നാഴ്ചയിൽ കരുതൽ ശേഖരം $1.05 ബില്യൺ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലും ഈ പ്രവണത തുടരുമോ എന്നതും വിപണി നിരീക്ഷിക്കും. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത് ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ലിമിറ്റഡ് ആണ്. 2001 സ്ഥാപിതമായ കമ്പനി എനർജി ട്രാൻസിഷൻ എക്യുപ്മെന്റ് ആൻഡ് പവർ ടെക്നോളജീസിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 858.7 കോടി രൂപയാണ് കമ്പനി IPOയിലൂടെ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. 225 കോടി രൂപയുടെ പുതിയ ഇഷ്യൂവും 633.7 കോടിയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെടുന്നതാണ് ഇഷ്യൂ. ഫെബ്രുവരി 14 ഓപ്പണായ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 18 പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 401 രൂപ മുതൽ 425 രൂപ വരെയാണ്. ഫെബ്രുവരി 21 ലിസ്റ്റിംഗ് ഉണ്ടാവുക. കോർപ്പറേറ്റ് തലത്തിൽ ഏഷ്യർ മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ്, റെയിൽ വികാസ് നിഗം, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഭാരത് ഫോർജ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളൊക്കെയാണ് പുറത്തുവന്നത്. 3ാം പാദത്തിൽ ഏഷ്യർ മോട്ടോഴ്സിന്റെ അറ്റാദായം 18% ഉയർന്ന് 1170.5 കോടി രൂപയായി. വരുമാനത്തിൽ 19% ഉയർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഫെസ്റ്റീവ് സീസണിലെ ലോഞ്ചുകളും ശക്തമായ ഡിമാൻഡുമാണ് ഇതിന് കാരണമായത്. കൂടാതെ റോയൽ എൻഫീൽഡിലെ ഉയർന്ന വിൽപ്പനയും തുണയായി. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന്റെ 3ാം പാദ ലാഭത്തിൽ 14% വർധനവുണ്ടായപ്പോൾ വരുമാനത്തിലും 15% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിൽ നിന്നുള്ള വിമാനങ്ങൾക്കുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഡിമാൻഡാണ് ഈ ലാഭ വളർച്ചയ്ക്ക് കാരണമായത്. പബ്ലിക് സെക്ടറിൽ റെയിൽവേ കമ്പനിയായ RVNL നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലാഭത്തിൽ 13% ഇടിവുണ്ടായപ്പോൾ വരുമാനത്തിൽ 2.6% ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റൽ ഭീമനായ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് അറ്റാദായത്തിൽ 60.23% ഉയർച്ചയോടുകൂടി 3735 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുമാനത്തിൽ 10.5% ഉയർച്ചയും കമ്പനി കാഴ്ചവെച്ചു. ഇന്ത്യയിലെ മുൻനിര ഫോർജിംഗ് നിർമ്മാതാക്കളിലൊന്നായ പൂനെ ആസ്ഥാനമായ ഭാരത് ഫോർജിനെ സംബന്ധിച്ചിടത്തോളം 3ാം പാദത്തിൽ ലാഭത്തിൽ 16.14% കുറവാണ് രേഖപ്പെടുത്തിയത്. വരുമാനത്തിലും എബിഡയിലും 10%-ലധികം ഇടിവിലുള്ള പ്രകടനവുമാണ് കമ്പനി ഈ പാദത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു റേഞ്ച് ബൗണ്ടായ മൂവ്മെന്റ് ആയിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ നിഫ്റ്റിയിൽ ഉണ്ടായത്. 23,000-ന് മുകളിൽ നിഫ്റ്റി 50 ഓപ്പൺ ചെയ്തെങ്കിലും ഓപ്പണിംഗ് സെഷനിലെ ഗെയിൻസ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ 22,800 എന്ന ലെവലിന് താഴെ നീങ്ങുകയും ക്ലോസിംഗിൽ ഏകദേശം 0.5% ഇടിവും രേഖപ്പെടുത്തി. മാർക്കറ്റിൽ ഒരു സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി നിലനിൽക്കുന്നത് കൊണ്ടാണ് നിഫ്റ്റി നെഗറ്റീവ് ബയാസോടെ ക്ലോസ് ചെയ്തത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. സൂചിക 23,250-ന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,000-ലേക്ക് നീങ്ങിയേക്കാമെന്നാണ് HDFC സെക്യൂരിറ്റീസ് ടെക്നിക്കൽ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ നിലവിലുള്ള ഷോർട്ട് ടേം ഹഡിൽസ് മറികടക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,800 കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഫെബ്രുവരി 2023-ന് ശേഷം ആദ്യമായാണ് നിഫ്റ്റി 50 സൂചിക തുടർച്ചയായ 8ാം ദിവസവും ഇടിവിൽ ക്ലോസ് ചെയ്യുന്നത് എന്നാണ്
SB സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്. പക്ഷേ ഓസിലേറ്റർ മൊമെന്റം ഇൻഡിക്കേറ്റർ പ്രകാരം സൂചികയിൽ ഒരു ഡൗൺ ട്രെൻഡിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞേക്കാമെന്നും അവർ സൂചിപ്പിക്കുന്നു. 22,700 മുതൽ 22,650 വരെ നിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണെന്നും അപ്സൈഡിൽ 23,200 മുതൽ 23,250 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നിഫ്റ്റിക്ക് സമാനമായ നെഗറ്റീവ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സൂചിക 49,000 മുകളിൽ ഓപ്പൺ ചെയ്തെങ്കിലും അത് നിലനിർത്താനാകാതെ 0.53% ഇടിവോടെയാണ് ആഴ്ചയിലെ അവസാന ദിനം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്മിശ്രീ ഇൻവെസ്റ്റ്മെന്റിലെ റിസർച്ച് ഹെഡായ അൻഷുൽ ജെയിൻ പറയുന്നത് 49,600 മുതൽ 49,700 റെസിസ്റ്റൻസും 48,800 മുതൽ 48,650 വരെ സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വരുന്ന വാരത്തിൽ 22,800 എന്ന ലെവലാണ് നിഫ്റ്റിക്ക് നിർണായകമാകുന്നത്. ഈ ലെവലിന് താഴെയുള്ള ഇടിവ് തുടർന്നാൽ വീണ്ടും വിപണിയിൽ ബെയേഴ്സിന്റെ ആധിപത്യം തുടർന്നേക്കാം. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പെർട്ട് ഒപ്പീനിയനും ഒക്കെയായിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.